ഗൈസ്, ഒരു പുത്തൻ വാഹനം PDI ചെയ്ത സമയത്ത് കണ്ട ഒരു എറർ കോഡാണ് കേട്ടോ. EPC, അതായത് ഇലക്ട്രോണിക് പവർ കൺട്രോൾ മൊഡ്യൂളിൻ്റെ ഒരു എറർ കോഡാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലിമിറ്റ്, സ്പീഡ് ലിമിറ്റ് വെച്ചിട്ട് അതിന് മേലെ പോകാണ്ടിരിക്കാൻ വേണ്ടി കമ്പനീസ് ചെയ്യുന്നതെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അതൊരു എറർ കോഡല്ല, അത് അത്തരത്തിൽ കമ്പനി വരുമ്പോൾ ഉണ്ടാകുന്നതാണ്. അത് നമുക്ക് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അത് ഞാൻ ശരി, ഈ വാഹനം കമ്പനി PDI കഴിയാത്തൊരു വാഹനം ആയതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടതെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതിൽ ചോദിച്ചതിനായിട്ട് അവിടെ ബാക്കിയുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു പുത്തൻ വാഹനത്തിനായിട്ട് തന്നെ പെയിൻറ്റ് ഡ്രോപ്പ് ധാരാളം ഈ വാഹനത്തിൻ്റെ അത് ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, പെയിൻറ്റ് ഡ്രോപ്പ് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല, അത് ക്ലിയർ ചെയ്ത് ഡെലിവറിയിലേക്ക് തരാമെന്ന് പറഞ്ഞു. പക്ഷേ പ്രശ്നം അവിടെയല്ല. വണ്ടി ഏകദേശം 6 മാസം ബാക്ക് വണ്ടിയാണ്. കസ്റ്റമറോട് റീസെൻറ്റ് മാനുഫാക്ചർ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് മാനുഫാക്ചറിങ് മന്തിൽ കസ്റ്റമർ ഉദ്ദേശിച്ച രീതിയിലല്ല. അപ്പം 8-ാം മാസം ഒരു 1-ാം മാസം വണ്ടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള നിലപാടിലേക്ക് കസ്റ്റമർ വന്ന് അതിനുശേഷം വേറെ റീസൺ വരുന്ന വാഹനങ്ങൾ എടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് കസ്റ്റമർ എത്തി എന്നുള്ളതാണ് ലാസ്റ്റ് ഫൈനലായിട്ടിൻ്റെ കിട്ടിയ ഔട്ട്. അപ്പം ഈ EPC എററിൻ്റെ ഒഴികെ തന്നെ വാഹനത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടതിൽ തന്നെ എനിക്കത് റിജക്റ്റ് ചെയ്യാൻ തോന്നിയത്. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. എന്നെ ഇൻസ്പെക്ട് ചെയ്യാൻ ഏൽപ്പിച്ചതുകൊണ്ട് ഞാൻ പോയി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ പോലെ, നാളെ നിങ്ങളുടെ സൈഡിൽ നിന്നായാലും വാഹനങ്ങൾ നേരിട്ട് പോയി കാണുക. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ ബാക്കി എമൗണ്ട് കൊടുക്കുക, പെർമനൻറ്റ് രജിസ്ട്രേഷനോ ടെമ്പററി രജിസ്ട്രേഷനോ ചെയ്യുക, ടാക്സ് പേ ചെയ്യുക, വണ്ടി എടുക്കുക. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നീട് പല രീതിയിലുള്ള വിഷയങ്ങൾ വരും. ചിലപ്പം റീസൺ പേപ്പറിലേക്ക് വരുമ്പോഴായിരിക്കും മാനുഫാക്ചറിങ് മന്തിൻ്റെ കാര്യം നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുക. പക്ഷെ നമുക്ക് എൻ്റേതായ രീതിയുണ്ട്, ആ രീതിയിൽ കണ്ടുപിടിക്കാറുണ്ട് വണ്ടി കാണുമ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ പറയാൻ. വണ്ടി നോക്കി ബോധ്യപ്പെട്ട ശേഷം മാത്രം എടുക്കുക.